നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഒരു പെൺകുട്ടി ഗർഭിണിയായി കഴിഞ്ഞാൽ ഒരുപാട് സംശയങ്ങൾ തുടക്കം മുതൽ ഉണ്ടാവും. തുടക്കം മുതൽ പ്രസവം വരെ ഒരുപാട് ചികിത്സകളുണ്ട്. ഇപ്പോഴാണെങ്കിൽ ധാരാളം സ്കാനിങ് അങ്ങനെയുള്ള ഒരുപാട് പരിശോധനകളുണ്ട് കൃത്യമായിട്ട് ആരോഗ്യത്തോടു കൂടിയുള്ളൊരു കുഞ്ഞുണ്ടാകാൻ വേണ്ടിയിട്ട്. എന്നാൽ മാസം തികയുന്നതിന് മുൻപ് കൃത്യമായിട്ടുള്ള ദിവസങ്ങൾ എത്തുന്നതിന് കുറച്ച് മുമ്പേ തന്നെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷനാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? എങ്ങനെയാണ് കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ? യഥാർത്ഥത്തിൽ ആരാണ് ഈ പ്രീടൈം ബേബി, മാസം തികയാതെ പ്രസവിക്കുന്ന കുഞ്ഞ്? ഈ കുഞ്ഞിന് എന്തെല്ലാം തരത്തിലുള്ള സംരക്ഷണങ്ങൾ വേണം? ഏതെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇവർക്ക് ഉണ്ടാകാവുന്നത്? അതിന് എന്തെല്ലാം തരത്തിലുള്ള പരിഹാരങ്ങളുണ്ട്? ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് എറണാകുളം ലൂർദ് ആശുപത്രിയിലെ കൺസൾട്ടൻറ്റ് നിയോനെറ്റോളജിസ്റ്റായ ഡോക്ടർ റോജോ ജോയ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞുണ്ടാവുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. എങ്കിൽ പോലും കുറച്ച് ദിവസം മുമ്പേ കുഞ്ഞുണ്ടായ ടെൻഷനായി, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? പ്രീടൈം ബേബി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? മാസം തികയാതെ പ്രസവിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് തരുന്ന ഡേറ്റിൻ്റെ 3 ആഴ്ച മുമ്പ് കുഞ്ഞുണ്ടാവുകയാണെങ്കിലാണ് മാസം തികയാതെ, അതായത് 37 കംപ്ലീറ്റഡ് വീക്സിന് മുമ്പ് ഒരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ മാസം തികയാതെ പ്രസവിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ മാസം തികയാതെ പ്രസവിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചിലരൊക്കെ ഉണ്ട്, ഇപ്പോൾ കൃത്യമായിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് അടുത്ത മാസം 10-ാം തീയതിയാണ് കുഞ്ഞുണ്ടാകുമെന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു 10 ദിവസം മുൻപേ ആയി. അപ്പോഴേക്കും പേടിയാണ്, കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് പ്രശ്നം ഉണ്ടാവുമോ, കൃത്യമായ വളർച്ച എത്തിയിട്ടുണ്ടാവുമോ? അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ നമ്മളിങ്ങനെ ആശങ്കപ്പെടേണ്ടതുണ്ടോ? ഇപ്പോഴത്തെ പഠനങ്ങൾ കാണിക്കുന്ന ഡേറ്റിന് 2 ആഴ്ച മുമ്പ് ഉണ്ടാകുമ്പോഴും ചിലപ്പോൾ പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായേക്കാമെന്നാണ്. പക്ഷെ അത് ഈ മാസം തികയാതെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെക്കാളും അത്രയ്ക്കും ഗൗരവപരമായ കാര്യങ്ങളല്ല. ചിലപ്പോൾ അവർക്കൊരു ശ്വാസം മുട്ടൽ പോലെ വന്നേക്കാം, പാല് കുടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കണ്ടേക്കാം, ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെറിയ മൈനർ ഇഷ്യൂസ് ഉണ്ടായേക്കാം. പക്ഷെ അത് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കാര്യങ്ങളേ ഉള്ളൂ. അതിലധികം ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നും അതിനകത്ത് ഉണ്ടാവേണ്ട കാര്യമില്ല. ഏതെല്ലാം അവസരങ്ങളിലാണ് കുഞ്ഞ് ദിവസം എത്തുന്നതിന് മുൻപ് തന്നെ കുഞ്ഞിനെ നമുക്ക് ചിലപ്പോൾ 1 മാസം മുമ്പൊക്കെ ഡോക്ടേഴ്സ് പറയുമല്ലോ കുഞ്ഞിനെ നമുക്ക് എടുക്കേണ്ടി വരും? അത് ഏതെല്ലാം അവസരങ്ങളിലാണ് ഇത് വേണ്ടി വരുന്നത്? ഇപ്പോഴത്തെ സ്ഥിതിയിൽ മാസം തികയാതെ പ്രസവിക്കാനുള്ള മേജർ കാരണം ഞങ്ങൾ കണ്ടുവരുന്നത് ഒന്ന് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റുകളാണ്. ചിലപ്പം ഒന്നിൽ കൂടുതൽ കുട്ടികൾ ഒരു പ്രസവത്തിൽ തന്നെ ട്വിൻസോ ട്രിപ്ലെറ്റ്സോ ഒക്കെ വരുവാണെങ്കിൽ ചിലപ്പോൾ ആ കുട്ടികളെ ചിലപ്പം ഡേറ്റിന് മുമ്പ് ഡോക്ടേഴ്സ് എടുത്തിരിക്കാം. കാരണം മറുവിൻ്റെ എന്തെങ്കിലും ഫങ്ഷനിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുവാണെങ്കിൽ ആ കുഞ്ഞുങ്ങളെ നമ്മൾ നേരത്തെ എടുക്കാൻ വേണ്ടി ഗൈനക്കോളജിസ്റ്റ് ശുപാർശ ചെയ്യാറുണ്ട്. പിന്നെ അമ്മയ്ക്ക് BP ഭയങ്കര കൂടുതലായിട്ട് വരികയാണെങ്കിൽ, ആ പ്രഷറിൻ്റെ പ്രോബ്ലം കൂടുതലായിട്ട് വരുവാണെങ്കിൽ അതിനുള്ള ഏറ്റവും നല്ല ചികിത്സ എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് പുറത്തെടുക്കുക എന്നുള്ളതാണ്. അപ്പം പിന്നെ അമ്മയ്ക്ക് ഷുഗർ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഡയബറ്റീസ് റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, അപ്പോൾ അത് അൺകൺട്രോൾഡായിട്ട് വരികയാണെങ്കിൽ ആ കുഞ്ഞ് ചിലപ്പം ഗർഭസ്ഥാവസ്ഥയിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ആ കുഞ്ഞ് വയറിനുള്ളിൽ തന്നെ മരണം സംഭവിക്കാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചിലപ്പോഴുള്ള കുട്ടികളെയും ചിലപ്പോൾ അവർ ഡോക്ടേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഡേറ്റിന് മുമ്പ് എടുക്കാറുള്ളത് പതിവാണ്. യഥാർത്ഥത്തിൽ ഈ ഭ്രൂണം അഥവാ ഈ ഗർഭസ്ഥ ശിശു എത്ര നാളുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള വളർച്ചയെത്തി എല്ലാ ഫങ്ഷൻസും ഒക്കെ ആയിക്കഴിയുന്നത്? നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ പറയുന്നത് 34 വീക്സ് കംപ്ലീറ്റ് ആകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ നമ്മൾ കണ്ടുവരാറുണ്ട് 35 വീക്സിലും 36 വീക്സിലും ഒക്കെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്കും പ്രശ്നങ്ങൾ വരണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം 38 ആഴ്ചയിലുണ്ടായാലും 39 ആഴ്ചയിലുണ്ടായാലും ചില കുട്ടികൾക്ക് ശ്വാസം മുട്ടൽ. അപ്പം ഞങ്ങൾ പാരൻസിനോട് പറയുമ്പോൾ ശ്വാസം മുട്ടലുണ്ടെന്ന് പറയുമ്പോൾ അവർ പറയും പിന്നെ മാസം തികഞ്ഞതാണല്ലോ എന്ന് പറയും. അപ്പോൾ അവരുടെ ആ ശ്വാസകോശത്തിനുള്ളിലുള്ള വെള്ളം, ചിലപ്പോൾ ആ ജനിച്ച ഉടനെ കുറച്ച് വെള്ളം ഉണ്ടാവും, ആ വെള്ളം വലിയാനുള്ള സമയം ചില കുട്ടികൾക്ക് സമയം എടുത്തു എന്ന് വരും. അപ്പം ഏറ്റവും സേഫ് ആ 40 വീക്സ് ആകുമ്പോഴാണ് ഏറ്റവും സേഫ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഡോക്ടർ, നമ്മുടെ ഒരു കോളർ ഉണ്ട്. ഹലോ ഡോക്ടർ ലൈവാണ്, സംസാരിച്ചോളൂ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ ആ കോൾ കട്ടായെന്ന് തോന്നുന്നു. ഇപ്പം ഡോക്ടർ പറഞ്ഞല്ലോ ഇപ്പം ഫ്ലൂയിഡിന്റെ ഒരു പ്രശ്നമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ. എന്റെ കുട്ടിക്ക് 4 മാസം പ്രായമായി, പക്ഷെ അത് കരയുമ്പോഴങ്ങ് ശ്വാസം പിടിച്ച് നിർത്തുന്നു എപ്പോഴും. കുഞ്ഞ് മാസം തികയാതെയാണോ പ്രസവിച്ചത്? അത് വിട്ടേക്കാം അല്ലെ, മുഴുവനും പൂർത്തിയായില്ല എന്ന് തോന്നുന്നു ചോദ്യം. ഡോക്ടർ, ഇപ്പം പറഞ്ഞ പോലെ ഉണ്ടായി കഴിഞ്ഞാൽ വളരെ വലിയ ടെൻഷനാണ് നമുക്ക്. ചില കുഞ്ഞുങ്ങളെ നമ്മൾ കൂടുതൽ കെയറിന് വേണ്ടിയിട്ട് ഒരു NICUയിലേക്കൊക്കെ മാറ്റുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏത് കുഞ്ഞുങ്ങളെയാണ് അങ്ങനെ മാറ്റേണ്ടി വരുന്നത്?
ഇനി കെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറയാം, ഈ കുഞ്ഞുണ്ടാവുന്നതിന് മുമ്പുള്ള കെയറിങ് ആണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ഇപ്പം പണ്ടൊക്കെ നമുക്കറിയാം, ഒരു മാസം തികയാതെ പ്രസവിക്കുന്ന ഒരു കുഞ്ഞ് ഒന്നെങ്കിൽ മരിക്കാൻ സാധ്യതയുണ്ട്, അഥവാ ജീവനോടെ കിട്ടിയാൽ തന്നെ ചില കുട്ടികൾക്ക് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് തലച്ചോറ് സംബന്ധമാകാം, കണ്ണ് സംബന്ധമാകാം, കേൾവി സംബന്ധമാകാം. അവരുടെയൊക്കെ മരണകാരണങ്ങൾ പണ്ട് ചിലപ്പോൾ അവിടെ ശരീരത്തിന് ചൂട് നിലനിർത്താൻ പറ്റാത്തതോ, എന്തെങ്കിലും ഇൻഫെക്ഷൻസോ, തലച്ചോറിലുണ്ടാകുന്ന രക്തസ്രാവമോ, ശ്വാസകോശത്തിൻ്റെ വളർച്ചക്കുറവോ ഒക്കെ ആയിരുന്നു. ഇപ്പം ഈ ഗൈനക്കോളജിയിലും ഒബ്സ്ട്രിക്റ്റിക്സിലും നമ്മുടെ നീനറ്റോളജിയിലും ഉണ്ടായ ഡെവലപ്മെൻറ്റ്സിൻ്റെ ഫലമായിട്ട് ഈ മരണസംഖ്യ നമുക്ക് കുറയ്ക്കാനും ഇവരൊക്കെ ഉണ്ടാകുന്ന മേജർ വൈകല്യങ്ങൾ കുറയ്ക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഇവരുടെ കെയർ എന്ന് പറയുന്നത് നമുക്ക് 3ആയിട്ട് തരംതിരിക്കാൻ പറ്റും. അത് ഒന്ന് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഉള്ള കെയറിങ്. നമുക്കറിയാം, ഇപ്പം ഒരു കുഞ്ഞുണ്ടായതിനു ശേഷം ഈ കുഞ്ഞിനെ ഹെവി ട്രാഫിക്കിൽ നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റേ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നമ്മളൊരു പ്രസവത്തിന് ആശുപത്രി തിരഞ്ഞെടുക്കുമ്പം, എസ്പെഷ്യലി നമ്മുടെ കുഞ്ഞ് മാസം തികയാതെ പ്രസവിക്കാൻ ചാൻസ് ഉണ്ടെന്ന് നമ്മൾ ഡോക്ടർ പറയുവാണെങ്കിൽ ആ ആശുപത്രിയിൽ ആ കുഞ്ഞിനെ പരിപാലിക്കാൻ പറ്റിയ നീനറ്റോളജി സെറ്റപ്പും കൂടി ഉണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുന്നത് നല്ലതായിരിക്കും. ഫസ്റ്റ് തിങ്. രണ്ടാമത്തേത്, ഞാൻ പറഞ്ഞ കുറേ കണ്ടുപിടുത്തങ്ങളാണ് ഇതിൻ്റെ ഈ കുട്ടികളുടെ വളർച്ചയ്ക്ക് വേണ്ടി വളരെ ഉപകാരമായത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അമ്മമാർക്ക് കൊടുക്കുന്ന സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ. ആ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന വഴി ആ കുഞ്ഞുങ്ങളുടെ ശ്വാസകോശത്തിൻ്റെ വളർച്ചയും തലച്ചോറിലുള്ള രക്തസ്രാവം കുറയ്ക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡോക്ടർ, നമുക്കൊരു കോളിലേക്ക് പോവാം. ഹലോ ഡോക്ടർ, ലൈവാണ്, ചോദിച്ചോളൂ ഡോക്ടറോട്, ഇവിടെ കേൾക്കുന്നുണ്ട്. ഡോക്ടർ, ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നമുണ്ട്, അവർക്ക് നമ്മൾ ചോദിക്കുന്നത് കേൾക്കുന്നില്ല. ഇവിടെ കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. ഹലോ പറഞ്ഞോളൂ. ഓക്കെ ഡോക്ടർ, നമുക്കത് വിടാം. ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പം ചില കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോൾ 7 മാസത്തിൽ പ്രസവിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇരട്ടകളാണെങ്കിലൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് അമ്മമാർക്ക് കണ്ടിട്ടുണ്ട്. ഇരട്ടകൾ മാത്രമല്ല, ഈ അടുത്ത് കേട്ട ചില കാര്യങ്ങൾ, ഇപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞ പോലെ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് 3 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ 7 മാസം 8 മാസം ആകുമ്പോഴേക്കും എടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അത്തരം കുഞ്ഞുങ്ങൾക്ക് ശരിക്കും വെയിറ്റ് കുറയുന്ന ഒരവസ്ഥയുണ്ടല്ലോ. അപ്പം ഏതുവരെ വെയിറ്റാണ് നമ്മൾക്ക് പേടിക്കേണ്ടാത്ത ഒരവസ്ഥയിലുള്ളത്? അല്ലെങ്കിൽ നേരെ തിരിച്ച് ഒരു പർട്ടിക്കുലർ ഇതിൽ കുറഞ്ഞ കിലോഗ്രാം ആണ് ഈ കുഞ്ഞുങ്ങൾക്കെങ്കിൽ, വെയിറ്റെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും? ജനന സമയത്തുള്ള കാര്യങ്ങളാണോ അതോ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം? അതിനു മുൻപ് നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. ഞാൻ ഉദ്ദേശിച്ചാൽ നമ്മൾ അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കെയറിംഗ് എന്ന് പറയുമ്പോൾ ഒന്ന് പ്രഗ്നൻസിയുടെ സമയത്തുള്ള കെയറിംഗ് ഉണ്ടാവും, രണ്ടാമത്തേത് ജനിച്ച ഉടനെയുള്ള കെയറിംഗ് ഉണ്ടാവും. ജനിച്ച ഉടനെയുള്ള കെയറിങ് നേരത്തെ പറഞ്ഞ പോലെ എവിടെയാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ഓഫ് കെയർ കുട്ടികളായിട്ട് വരുന്നത്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ചെറിയൊരു തകരാറ് സംഭവിക്കുകയാണെങ്കിൽ ഈ കുട്ടികളുടെ പരിപാലനയിൽ വളരെ ബുദ്ധിമുട്ടുകൾ നമ്മൾ കാണാറുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ കുഞ്ഞുങ്ങളുടെ ശരീരത്തിന് ചൂട് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ നമ്മുടെ ലേബർ റൂമിൽ തന്നെ സുസജ്ജമായിരിക്കണം. രണ്ടാമത്തേത്, ഈ കുഞ്ഞുങ്ങൾക്ക് പല കുട്ടികൾക്കും ജനിച്ച ഉടനെ ശ്വാസം തന്നെ എടുക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവാം. അപ്പോൾ അവർക്ക് കൃത്രിമ ശ്വാസോച്ഛ്വാസം വളരെ മൃദുവായി കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം അത് കൊടുക്കാൻ പറ്റിയ ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും നഴ്സസും ആ ഹോസ്പിറ്റലിൽ വളരെയധികം ആവശ്യമായിട്ട് വരണം. പിന്നെയുള്ളത്, നമ്മൾ ഈ കുട്ടികളെ ആ ലേബർ റൂമിൽ നിന്നോ സിസേറിയൻ തിയേറ്ററിൽ നിന്നോ നമുക്ക് ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കുഞ്ഞുങ്ങളുടെ ചൂട് നിലനിർത്തി ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രാൻസ്പോർട്ട് ഇൻക്യുബേറ്റേഴ്സും വളരെ ആവശ്യമാണ്. കാരണം കുഞ്ഞുങ്ങൾ ICUയിൽ എത്തുമ്പോൾ എങ്ങാനും ചൂട് കുറഞ്ഞു പോവുകയാണെങ്കിൽ ഈ കുഞ്ഞുങ്ങളുടെ ഹാർട്ട് ബീറ്റിലെ വേരിയേഷൻസും ശ്വാസകോശത്തിലുള്ള വേരിയേഷൻസും നമ്മൾ കാണാറുണ്ട്. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഇപ്പം നവജാത ശിശുക്കൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതനുസരിച്ചിട്ട് കുഞ്ഞിന് ശ്വാസം സ്വയം ചെയ്തു തുടങ്ങാനൊക്കെ സമയമെടുക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് നമ്മൾ എന്ത് തരത്തിലുള്ള പരിഹാരങ്ങളാണ് ചെയ്യുന്നത്? എന്തെല്ലാം ഇതിപ്പോൾ ഏതെല്ലാം ഹോസ്പിറ്റലിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്? ശ്വാസം നേരെ എടുക്കാൻ സമയം എടുക്കുമെന്നല്ല ഞാൻ പറഞ്ഞു. ശ്വാസം നമ്മൾ നേരത്തെ തന്നെ കൊടുക്കണം. ഒരാൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം ഉടനെ ശ്വാസം തന്നെയാണ്. അപ്പം ശ്വാസം നമ്മൾ ജനിച്ച ഉടനെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ നമ്മൾ കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കണം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, ഈ കുഞ്ഞുങ്ങൾ പണ്ട് കാലത്തൊക്കെ കുട്ടികളിൽ മരണപ്പെടാനുള്ള മേജർ കാരണം ഇവരുടെ ശ്വാസകോശത്തിൻ്റെ വളർച്ച കുറവായിരുന്നു.
അപ്പം അതിന് മെയിനായിട്ടുള്ള പരിഹാരം എന്ന് പറയുന്നത് 2 മെയിൻ കണ്ടുപിടുത്തങ്ങളായിരുന്നു. ഒന്ന്, അമ്മമാർക്ക് ഇഞ്ചക്ഷൻ സ്റ്റിറോയിഡ് കൊടുക്കുന്നത് വഴി അവരുടെ ഈ മാസം തികയാത്ത കുഞ്ഞുങ്ങളുടെ ശ്വാസകോശത്തിനുള്ളിൽ സർഫെക്റ്റൻ എന്ന് പറഞ്ഞൊരു വസ്തുവിൻ്റെ കുറവ് കാരണമാണ് ഇവർക്ക് ശ്വാസതടസ്സം ഉണ്ടാവുന്നത്. ആ സർഫെക്റ്റൻ ഈ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ അമ്മയ്ക്ക് കൊടുക്കുന്ന വഴി കുഞ്ഞുങ്ങളിൽ സർഫെക്റ്റൻ്റെ അളവ് കൂടി വരും. പിന്നെ രണ്ടാമത്, ജനിച്ചതിന് ശേഷം ഇവരുടെ ശ്വാസം മുട്ടലുണ്ടാവുകയാണെങ്കിൽ ഇപ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല ICUസിലും ഇപ്പം നമുക്ക് CPAP മെഷീൻസ് പോലെ മെഷീൻസ് ഉണ്ട്, ഹൈ ഫ്ലോ മെഷീൻസ് ഉണ്ട്. ഇനി ഇഥവാ ശ്വാസം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വെന്റിലേറ്റേഴ്സും അവൈലബിൾ ആണ്. ഇനി നമ്മൾ മാത്രമല്ല, ഇനി അഥവാ ഇപ്പം നമുക്ക് ഈ കുട്ടികൾക്ക് നമ്മളിപ്പം ഈ മരുന്നുകളെല്ലാം കൊടുത്തിട്ടും നമ്മൾ എക്സ്റേയിലും ഒക്കെ ശ്വാസകോശം അതും വികസിച്ചിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ഈ കുട്ടികൾക്ക് ജനിച്ചതിന് ശേഷം സർഫെക്റ്റൻസ് ഇപ്പം അവൈലബിൾ ആണ്. ആ സർഫെക്റ്റൻ നമ്മൾ ശ്വാസകോശത്തിൽ ഡയറക്റ്റ്ലി കൊടുത്ത് ഈ മെഷീനിലേക്കും കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് ഒരു പരിഹാരമാവും. പക്ഷേ അത് മാത്രമല്ല ഈ കുട്ടികളുടെ പരിപാലനം ഇമ്പോർട്ടൻറ്റ്. കാരണം അതൊരു ഘടകം മാത്രമാണ്. രണ്ടാമത് നമുക്ക് ഇവരുടെ ചൂട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് കാരണം ഇവരുടെ എല്ലാം ശരീരത്തിന് കൊഴുപ്പിൻ്റെ അംശം കുറവായിരിക്കും, സ്കിന്നിൻ്റെ മെച്യൂരിറ്റി കുറവായിരിക്കും. അതുകൊണ്ട് അവർ പെട്ടെന്ന് തണുത്തു പോകാനുള്ള ചാൻസുകൾ കുറവാണ്. കാരണം മിക്ക AC-കളും ഫാനുകളും എല്ലാം ഉണ്ടാകും. അപ്പോൾ അവർ തണുത്തു പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇവരുടെ ചൂട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശരീരത്തിൽ ഒന്നെങ്കിൽ ഇവരുടെ ഇൻക്യുബേറ്റേഴ്സ് പോലുള്ള ഇൻക്യുബേറ്റേഴ്സിൽ കിടത്തേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ വാമർ നമ്മൾ ഇൻക്യുബേറ്ററായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെയുള്ളത് ഇവരുടെ പല കുട്ടികളുടെയും ഹാർട്ടിൻ്റെ ഇടുപ്പിൽ താളത്തിൽ വ്യതിയാനങ്ങൾ കണ്ടേക്കാം. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഹാർട്ടിന് തുടിപ്പ് നേരെയാക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ പോഷണം, നമ്മൾ പറഞ്ഞ മിക്ക കൊച്ചുങ്ങൾക്കും ഗർഭസ്ഥാവസ്ഥയിൽ അമ്മ വന്ന് കിട്ടുന്ന പോഷണം ജനിച്ചതിന് ശേഷം ആ ഒരു പോഷണത്തിന് കുറവുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ കുട്ടികൾക്ക് പോഷണം വേണ്ടിയിട്ട് നമുക്ക് കുട്ടികളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റൊക്കെ ഇനീഷ്യലി നമ്മൾ ഇഞ്ചക്ഷൻ വഴിയും, പക്ഷേ എത്രയും പെട്ടെന്ന് നമ്മൾ ട്യൂബ് വഴി മുലപ്പാൽ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു തുടങ്ങും. കാരണം അമ്മയുടെ പാലിനത്രോളം ഗുണം വേറൊരു പോഷണത്തിനും കിട്ടത്തില്ല. പിന്നെ നമ്മൾ ഇൻഫെക്ഷൻ വരാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇൻഫെക്ഷൻ വരാതെ നോക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. കാരണം ഇൻഫെക്ഷനാണ് ഈ കുഞ്ഞുങ്ങളെ രോഗപ്രതിരോധ ശക്തി വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നത് 1-to-1 ഒരു കുഞ്ഞിന് ഒരു നേഴ്സ് എന്ന രീതിയിലുള്ള കെയറിങ്ങും, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ഇവർ ഹാൻഡ് ഹൈജീൻ, കയ്യിൽ നിന്നാണ് ഇൻഫെക്ഷൻ സാധാരണ സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രിക്റ്റായിട്ട് ഹാൻഡ് വാഷിങ്ങും ഹാൻഡ് കെയറും നമ്മൾ എല്ലാ ICU സ്റ്റാഫിനോടും നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താറുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണല്ലോ കൊണ്ടുപോവുക. ഇപ്പോൾ ചില കുട്ടികളെ ഒരാഴ്ച കിടത്തേണ്ടി വരുന്നുണ്ട്, ചില കുട്ടികൾ ഒരു മാസമൊക്കെ കിടത്തുന്നുണ്ട്. പിന്നെ നമ്മൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇപ്പോൾ പൊതുവേ ഈ കുട്ടികൾക്ക് എങ്ങനെയാണ് ഇവർക്ക് ഈ രോഗാണുക്കളെ പ്രതിരോധിക്കാനുള്ള കഴിവുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ ഇവർക്ക് കിടക്കാനൊക്കെ ഉള്ള സൗകര്യം ഒരുക്കുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ആക്ച്വലി ഒരു കുഞ്ഞിനെ വീട്ടിലോട്ട് വിടുന്നത് ആ കുഞ്ഞിനെ നോക്കാൻ ആ അമ്മ സുസജ്ജമാവുമ്പോഴാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഈ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് നിയോനറ്റോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ അമ്മ തന്നെയാണ്. അമ്മ എന്ന് കോൺഫിഡൻ്റ് ആവുന്നു അപ്പോഴാണ് നമ്മൾ ആ കുഞ്ഞിനെ വീട്ടിലോട്ട് വിടുക. വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടികളുടെ ടെമ്പറേച്ചർ മെയിൻ്റെനൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് വീടുകളിൽ ഇൻക്യുബേറ്ററോ വാമറോ മേടിക്കാൻ പല ആൾക്കാർക്കും അത് സാധ്യമുള്ള കാര്യമല്ല. അപ്പോൾ അമ്മയുണ്ടെങ്കിൽ അമ്മയുടെ ശരീരത്തിൽ നിന്ന് കുഞ്ഞിന് ചൂട് കിട്ടുന്ന ടെക്നിക്കായ കങ്കാരു മദർ കെയർ എന്ന് പറഞ്ഞ ടെക്നിക്ക് ഞങ്ങളെല്ലാ അമ്മമാരെയും പഠിപ്പിച്ചു. എന്നിപ്പോൾ അവർക്ക് വീട്ടിൽ ചെല്ലുമ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്ന വഴി അമ്മയുടെ ശരീരത്തിൽ നിന്ന് കുഞ്ഞിന് ചൂട് കിട്ടും. അങ്ങനെ ചെയ്യുന്ന വഴി കുഞ്ഞിനുള്ള ഇൻഫെക്ഷൻസ് കുറയും, അമ്മയ്ക്കുള്ള പാല് കൂടും, കുഞ്ഞും അമ്മയും തമ്മിലുള്ള ബോണ്ടിങ് കൂടും, ആൻഡ് കുഞ്ഞിന് വേദന കുറയും, കുഞ്ഞിനുള്ള ആ ഒരു കംഫർട്ട് ലെവൽ ഭയങ്കര ഹൈ ആയിരിക്കും. രണ്ടാമത്തേത് നമ്മൾ നോക്കേണ്ടത്, ഇപ്പം പല സ്ഥലങ്ങളിലും തണുപ്പുള്ള സീസൺ ആകുമ്പം ഇനി അത് KMC ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, KMC ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ നന്നായിട്ട് മൂടിപ്പൊതിച്ച് കിടത്തുക എന്നുള്ളത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. തലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചൂട് പുറത്തോട്ട് പോകുന്നത്. ഒരു കോളർ ഉണ്ട്, അതിനുശേഷം തുടരാം. ഹലോ, ആ കോള് കട്ടായി. ഡോക്ടർ ഇനി പറഞ്ഞോളൂ. ഡോക്ടർ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യം, ഒരു പ്രധാന ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് നിയോനറ്റോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ അമ്മയാണ്. പക്ഷെ പലപ്പോഴും ഇപ്പോഴത്തെ ഒരു കാലത്ത് കുട്ടി ഉണ്ടായി കുറച്ച് ദിവസത്തിനുള്ളിൽ അമ്മയ്ക്ക് ജോലിക്കൊക്കെ പോകേണ്ടി വരുന്നുണ്ട്. അപ്പോൾ പലരും പറയുന്ന ഒരു പരാതി എന്ന് പറഞ്ഞാൽ പാല് ഉണ്ടാകുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞതനുസരിച്ചിട്ട് കുഞ്ഞിനോട് നമ്മൾ ചേർത്ത് വരുമ്പോൾ അമ്മയ്ക്ക് കൂടുതൽ പാല് ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഈ ജോലിക്കാരായിട്ടുള്ള അമ്മമാരൊക്കെ, പ്രത്യേകിച്ച് ഇതുപോലെ പ്രിമച്വർ ബേബി ആണെങ്കിൽ, അവരെങ്ങനെ ഇത് കെയർ ചെയ്യണം?
പ്രീ ടേം ആണെങ്കിൽ കൂടിയും നമുക്കിപ്പം ഇപ്പം പല ഹോസ്പിറ്റൽസും പല ഓഫീസസും ഒരു 3 months ആകുമ്പോഴത്തേക്കും അവർ മാഡം പറഞ്ഞ പോലെ ജോലിക്ക് പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ പറയാറുള്ളത് അവർക്ക് ബേസിക്കലി ഇവർക്കൊരു ബ്രസ്റ്റ് പമ്പ് അവർക്ക് ആ അമ്മമാർക്ക് ബ്രസ്റ്റ് ഫീഡിങ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അത് പ്രൊവൈഡഡ് അവരുടെ മോട്ടിവേഷൻ അനുസരിച്ചിരിക്കും. ലൈക്ക് നമുക്കൊരു ബ്രസ്റ്റ് പമ്പ് മേടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു കുഞ്ഞിനെ ഇപ്പോൾ രാത്രിയിലും ഉദാഹരണത്തിന് നാളെ ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ രാത്രിയിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക. ഓപ്പോസിറ്റ് മറ്റേ സൈഡിൽ നിന്ന് വല്ലതും ബ്രസ്റ്റ് പമ്പ് വെച്ചിട്ട് പാല് പിഴിഞ്ഞെടുത്ത് വയ്ക്കാം. പിഴിഞ്ഞെടുത്ത് വെച്ചിട്ട് ആ പാല് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ 24 hours ഇരിക്കും. റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ ഒരു 4 hours 6 hours ഇരിക്കും. അത് വീട്ടിലുള്ള ആരുടെയെങ്കിലും സ്പൂണിൽ കോരി കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പറയാം. പിന്നെ വീട്ടിൽ ജോലിക്ക് പോകുന്നതിന് മുമ്പ് മുലപ്പാൽ കുടിപ്പിക്കുക. വന്നതിന് ശേഷം ഡയറക്റ്റ് ബ്രസ്റ്റ് ഫീഡിങ് മാത്രം ചെയ്യുക. അപ്പോൾ കൊച്ചെത്രത്തോളം അമ്മയുടെ ബ്രസ്റ്റിൽ സക്ക് ചെയ്യുന്നു അത്രത്തോളം ഏതൊരമ്മയ്ക്കും ഇരട്ടകളായാലും 3 കുട്ടികളായാലും ആ അമ്മയ്ക്ക് ദൈവം അതിനുള്ള പാല് കൊടുത്തിരിക്കും. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ, നമസ്കാരം. ചോദിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടർ എന്റെ ഡെലിവറി March 10 പറഞ്ഞിരുന്നത്, പക്ഷെ February 18 ചെയ്ത്. ഓക്കെ. അപ്പം മോക്കാണെങ്കിൽ തലയ്ക്കിൽ ഇച്ചിരി വലിപ്പം ഉണ്ടെന്ന് പറയുന്നു. ഓക്കെ. അളന്ന് നോക്കിയപ്പോ 44. ഇപ്പം മോക്ക് 4 മാസം കഴിഞ്ഞ് 5 മാസം ആവാറായി. അപ്പോഴാ വലിപ്പ കൂടുതലിന് എന്തെങ്കിലും പ്രശ്നം വരുമോ? തലയുടെ വലിപ്പം കൂടാനുള്ള കാരണമായിട്ട് ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞു? സ്കാനുകൾ വല്ലതും ചെയ്തിരുന്നോ? ഇല്ല, ഇപ്പം പറഞ്ഞു തൈറോയ്ഡ് ഒന്ന് ടെസ്റ്റ് ചെയ്താൻ പറഞ്ഞു. തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്ത് വെച്ചു, പക്ഷെ ഡോക്ടർ ലീവ് ആയതുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല. ഓക്കെ. അപ്പം തലയുടെ വലുപ്പം കൂടാൻ പല കാരണങ്ങളുണ്ട്. ഒന്നുകിൽ തലച്ചോറിനുള്ളിൽ എന്തെങ്കിലും ചിലപ്പോൾ ചില കുട്ടിയൊക്കെ വരാം, പക്ഷേ അത് എന്താണ് കാരണം എന്ന് അറിയാൻ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. അൾട്രാസൗണ്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അറിയാൻ പറ്റും തലച്ചോറിൻ്റെ ഉള്ളിൽ എന്തുകൊണ്ട് തല വലുതായി. കാരണം തല വലുതാവണമെങ്കിൽ ഒന്നുകിൽ തലച്ചോറ് വലുതാവണം, അല്ലെങ്കിൽ തലച്ചോറിനുള്ളിൽ ചിലപ്പോൾ കിടക്കുന്ന വെള്ളം കൂടുതലായിട്ട് കെട്ടിക്കിടക്കാം. അതിനുള്ളിൽ എന്തെങ്കിലും ഒരു ബ്ലീഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരാം. അല്ലെങ്കിൽ ചിലപ്പോൾ ചില കുട്ടികൾക്ക് അവരുടെ അച്ഛനും അമ്മയുടെയും തലയുടെ വലുപ്പം വലുതാണെങ്കിൽ, പക്ഷേ ഈ 4 മാസത്തിൽ 44 എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി കൂടുതലാണ്. മോസ്റ്റ് പ്രോബബ്ലി അത് എന്തെങ്കിലും വെള്ളം കെട്ടിക്കിടക്കുന്ന പ്രശ്നങ്ങളായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്തിട്ട് അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു ന്യൂറോ സർജനെ കാണിക്കുന്നത് അതിലുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുക. അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ന്യൂറോ സർജൻസിനെ കാണിക്കുന്നത് വളരെ ഉചിതമായിരിക്കും. ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഡോക്ടർ. ഹലോ. ഹലോ. ആ കോള് കട്ടായി തോന്നുന്നു ഡോക്ടർ. ഡോക്ടർ, ഇപ്പം നമ്മൾ പറഞ്ഞനുസരിച്ചിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ ഒരു അമ്മ വിളിച്ച് ചോദിച്ചു കുട്ടിയുടെ തലയുടെ പ്രശ്നം, ഇതുപോലെ പല ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ സംശയിക്കുമല്ലോ. അപ്പോൾ എന്തെല്ലാം ടെസ്റ്റുകൾ ഇൻവെസ്റ്റിഗേഷനാണ് ചെയ്യുന്നത് ഈ കുട്ടികൾക്ക്? ഈ മാസം തികത്തെ കുട്ടികൾക്ക് അത്യാവശ്യമായി ചെയ്യേണ്ട പല ടെസ്റ്റുകളുമുണ്ട്. ഉദാഹരണം നമ്മൾ തല തൊട്ട് താഴോട്ട് നോക്കുകയാണെങ്കിൽ തലയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അൾട്രാസൗണ്ട് സ്കാൻ വളരെ അത്യാവശ്യമാണ്. കാരണം അൾട്രാസൗണ്ട് നമുക്കെല്ലാം അറിയാം, അതിന് റേഡിയേഷൻ പ്രശ്നങ്ങളൊന്നും ഉദിക്കുന്നില്ല. CTO പോലെയൊന്നും റേഡിയേഷൻ പ്രോബ്ലംസ് ഒന്നുമില്ല. പല ഹോസ്പിറ്റൽസും ഞങ്ങളുടെ ഹോസ്പിറ്റൽ പോലെ ICUകളിലെല്ലാം അവർ ബെഡ് സൈഡ് കുഞ്ഞിനെ അടുത്ത് വന്ന് തന്നെ അവർ സ്കാൻ ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ നോക്കുന്നത് കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും രക്തസ്രാവമുണ്ടോ, എന്തെങ്കിലും വെള്ളം തളം കെട്ടി കിടപ്പുണ്ടോ, വെള്ളത്തിൻ്റെ അളവ് കൂടുതലുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അതിനുള്ള ചികിത്സകളിൽ തന്നെ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ തലച്ചോറിൻ്റെ വളർച്ചയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, എന്തെങ്കിലും തലച്ചോറിൻ്റെ ഞരമ്പുകളിൽ എന്തെങ്കിലും വളർച്ച കുറവല്ലോ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കാം. ഇനി അൾട്രാസൗണ്ടിൽ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ MRI കുറിച്ച് നമ്മൾ ആലോചിക്കുന്നതായിരിക്കും. പിന്നെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് കണ്ണിൻ്റെ വളർച്ച. നമ്മൾ ഈ ജനിച്ച ഉടനെ ഈ കുട്ടികൾക്ക് നമ്മൾ ഓക്സിജൻ്റെ അളവ് കുറച്ച് കൂടുതലായിട്ട് കൊടുക്കുന്നതൊക്കെ ആവശ്യമായിട്ട് വരും. ഓക്സിജൻ നമ്മുടെ ബാക്കി അവയവങ്ങളുടെ വളർച്ചയ്ക്കെല്ലാം ഓക്സിജൻ ആവശ്യമാണ്. പക്ഷേ കണ്ണിന് നമ്മൾ കൂടുതൽ ഓക്സിജൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ കണ്ണിൻ്റെ വളർച്ചയെ അത് ബാധിക്കാം. അതിനാണ് നമ്മൾ റെറ്റിനോപ്പതി ഓഫ് പ്രിമച്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജനിച്ച ഉടനെ 3 ആഴ്ചയ്ക്ക് ശേഷം ഈ കുഞ്ഞുങ്ങളുടെ സ്ക്രീനിങ്, ട്രെയിൻഡ് ആയിട്ടുള്ള പീഡിയാട്രിക് ഒഫ്താൽമോളജിസ്റ്റ് വന്നിട്ട് ഈ കുഞ്ഞുങ്ങളുടെ കണ്ണിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. എങ്ങാനും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ആ കണ്ണുകൾക്കുണ്ടെങ്കിൽ ആവശ്യമാണെങ്കിൽ ലേസർ തെറാപ്പിയും കൊടുക്കുന്ന വഴി കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ കാഴ്ച പ്രിസർവ് ചെയ്യാൻ നമുക്ക് പറ്റും. ഇനി കാതിൻ്റെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ കാതിൻ്റെ പ്രശ്നങ്ങളും ഈ കുട്ടികൾക്ക് വരാം. കാരണം ഉപയോഗിക്കുന്ന മരുന്നുകളുടെ ബലത്തിലോ ചിലപ്പം എന്തെങ്കിലും ഇൻഫെക്ഷൻസിൻ്റെ പ്രോബ്ലം കാരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ജനിതക കാരണങ്ങൾ കാരണമോ ഇവർക്ക് എന്തെങ്കിലും കേൾവിക്കുറവ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം കേൾക്കാതെ ഈ കുഞ്ഞുങ്ങൾ പിന്നീട് സംസാരത്തിന് ഡിലേ വന്നേക്കാം. അപ്പോൾ നമ്മൾ ഈ ബെറ എന്ന് പറഞ്ഞ ടെസ്റ്റും OE എന്ന് പറഞ്ഞ ഹിയറിംഗ് ടെസ്റ്റുകളും നമ്മൾ ചെയ്യാറുണ്ട്.
പിന്നെ ലങ്സിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞു ശ്വാസകോശ സംബന്ധമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ എക്സ്റേ എടുത്ത് നോക്കുന്നത് വളരെ ഉചിതമായിരിക്കും. കാരണം എക്സ്റേ വഴി നമുക്ക് അറിയാൻ പറ്റും എന്തെങ്കിലും ശ്വാസകോശത്തിന് തകരാറുകളുണ്ടോ, ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, കുടലിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിയാൻ പറ്റും. ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ആവശ്യമാണെങ്കിൽ ഹാർട്ടിന് ഫങ്ഷണൽ നാഡിയിടിപ്പിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ കാണുവാണെങ്കിൽ എക്കോ ടെസ്റ്റ് ആവശ്യമാണെങ്കിൽ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെയുള്ളത് ബ്ലഡ് ടെസ്റ്റുകളാണ്. അതായത് നമ്മൾ ഹീമോഗ്ലോബിൻ്റെ അളവ് നോക്കും. കാരണം ഈ കുഞ്ഞുങ്ങൾക്ക് ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയാം. ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള സ്ക്രീനിങ് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. കാൽസ്യത്തിൻ്റെ, കാരണം എല്ലുകളുടെ വളർച്ചയ്ക്ക് വേണ്ടി കാൽസ്യം, ഫോസ്ഫറസ് വളരെ അത്യാവശ്യമാണ്. സോ അതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ നമ്മൾ ചെയ്ത് നോക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തൈറോയിഡിൻ്റെ ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം തൈറോയിഡിൻ്റെ പ്രോബ്ലംസ് എന്തെങ്കിലും വരികയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ ബ്രെയിനിൻ്റെ വളർച്ചയെ അത് സാരമായി ബാധിക്കും. അതുകൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ തൈറോയിഡ് ടെസ്റ്റും ഈ കുട്ടിയൊക്കെ ചെയ്ത് നോക്കണം. പിന്നെ ഇതിൽ ഏതെങ്കിലും ചെയ്തിട്ട് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് റെറ്റിനോപ്പതി എന്നുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ കാഴ്ച എവിടെ വെച്ച് ഇല്ലാതാകുന്നോ അത് പിന്നീട് തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല, അവിടെ നിന്ന് കൺട്രോൾ ചെയ്യാനേ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണോ റെറ്റിനോപ്പതിക്ക്? കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ നേരത്തെ സ്ക്രീൻ ചെയ്ത് ഉചിതമായ ട്രീറ്റ്മെൻറ്റ് കറക്റ്റ് സമയത്ത് കൊടുക്കുകയാണെങ്കിൽ ആ കാഴ്ച പ്രിസർവ് ചെയ്യാൻ പറ്റും. നമുക്കൊരു ചെറിയൊരു ഫീൽഡിൽ കുറച്ചൊരു ഡിഫക്റ്റ് ഉണ്ടാകും ഒബ്വിയസ്ലി. കാരണം ലേസർ ചെയ്യുമ്പോൾ നമ്മൾ ലേസർ എങ്ങാനും ചെയ്യേണ്ടി വരും. ഏത് സ്ഥലത്താണോ ലേസർ ചെയ്യുന്നതനുസരിച്ച് ആ ഒരു പെർട്ടിക്കുലർ ഏരിയ ഓഫ് റെറ്റിന അബ്ലേറ്റഡ് ആയി പോകും. പക്ഷേ ബാക്കി സെൻട്രൽ ഏരിയ പ്രിസർവ് ആവുന്നതുകൊണ്ട് വിഷൻ പ്രിസർവ് ആവും. പക്ഷേ ഒരു ചെറിയൊരു ഡിഫക്റ്റ് ഉണ്ടാകും. ഒബ്വിയസ്ലി വളർന്നു വരുമ്പോൾ ചിലപ്പോൾ സ്പെക്സ് ഉപയോഗിക്കേണ്ടതായിട്ട് വരാം, കറക്ഷൻ ലെൻസസ് ഉപയോഗിക്കേണ്ടതായിട്ട് വന്നേക്കാം. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ സർ, ഇത് കോഴിക്കോട് നിന്നാണേ. കോഴിക്കോട് എനിക്ക് എൻ്റെ മോളൊരു കാര്യം അറിയാൻ പറ്റില്ലായിരുന്നു സർ. ഓക്കെ, പറഞ്ഞോളൂ. മോള് 8ാം മാസത്തിലായിരുന്നു പ്രസവിച്ചത്. ഓക്കെ. അന്ന് ബർത്ത് ടൈമിൽ 1,500 1.5 കിലോ ആയിരുന്നു അത് വെയിറ്റ്. ഓക്കെ. പിന്നെ അത് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അത് 1,200 കുറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര ദിവസം കഴിഞ്ഞപ്പോഴാണ് കുറഞ്ഞ്? ഒരു പിറ്റേ ദിവസം തന്നെ കുറഞ്ഞത്. ഓക്കെ. പിന്നെ ഇപ്പൊ കുട്ടിക്ക് 1 വയസ്സും 11 മാസമായി. ഓക്കെ. ഇപ്പൊ അതിന്റെ വെയിറ്റ് 8.5 കിലോ ആണ്. ഓക്കെ. അപ്പം ഞാൻ ഈ വെയിറ്റിന്റെ ഒരു ആരോഗ്യം കുറച്ച് കുറവ് പോലെ തോന്നുന്നുണ്ടേ. ബാക്കിയുള്ള ആക്ടിവിറ്റീസ് എല്ലാം പക്ക നന്നായിട്ട് കുഴപ്പമില്ലാതെ നടക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ വെയിറ്റിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു ഭയം. അപ്പം ഡോക്ടർമാരെ കാണിച്ചപ്പോ അത് കുഴപ്പമില്ല, അത് ആ ബർത്തിന്റെ സമയത്തുള്ള വെയിറ്റിന് ഗ്രാജുവലായിട്ടുള്ള ഇത് വന്നിട്ടുണ്ട്, കുഴപ്പമില്ല എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറുപടി പറഞ്ഞോളൂ. ഈ ജനിച്ചതിന് ശേഷം എല്ലാ കുട്ടികളുടെയും വെയിറ്റ് കുറയും. അത് ആക്ച്വലി കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ ഹാർട്ടിന് പ്രശ്നങ്ങൾ സംഭവിക്കാം. കാരണം ശരീരത്തിൻ്റെ അളവ് കൂടിയിട്ട് ഹാർട്ടിന് പ്രോബ്ലംസ് ഉണ്ടാവാം. സോ എല്ലാ കുട്ടികളിലും എസ്പെഷ്യലി മാസം തികയാത്ത കുട്ടികളാണെങ്കിൽ അവരുടെ ആദ്യത്തെ ഒരാഴ്ചത്തോളം ചിലപ്പോൾ വെയിറ്റ് കുറഞ്ഞ് പിന്നെയാണ് വെയിറ്റ് മെല്ലെ കൂടി വരത്തുള്ളൂ. സാറിൻ്റെ കാര്യത്തിലാണെങ്കിൽ 1.5 കിലോഗ്രാം ബർത്ത് വെയിറ്റ് ഉണ്ടായിരുന്ന കൊച്ചിന് 1 വയസ്സിൽ 8 കിലോ ഉണ്ടെങ്കിൽ അത് ആവശ്യത്തിനധികം വെയിറ്റ് ഉണ്ട്. അത് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യം ഇതിനകത്തുണ്ടെന്ന് തോന്നുന്നില്ല. ഒറ്റ സെന്റൻസിൽ ഒരു സന്ദേശം കൂടെ കൊടുത്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു അമ്മമാർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് നീനോട്ടോളജിസ്റ്റ് നിങ്ങൾ അമ്മമാർ തന്നെയാണ്. അപ്പം മാസം തികയാതെ പ്രസവിച്ചു എന്ന് കരുതി ഒരമ്മയും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അവർക്ക് ഉചിതമായ കെയറിങ് ഇനീഷ്യലി അവരുടെ ഗൈനക്കോളജിയുടെ വിഭാഗത്തു നിന്നും അവരുടെ നീനോട്ടോളജിസ്റ്റിൻ്റെ വിഭാഗത്തു നിന്നും കിട്ടുകയാണെങ്കിൽ ആ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരാനുള്ള എല്ലാ കഴിവുകളും എല്ലാ അമ്മമാർക്കും ഉണ്ടാകും. അതിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഡോക്ടർ. വളരെയധികം നന്ദി. താങ്ക് യു. ഡോക്ടർ ലൈവിൻ്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.